എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. ഇതിനകത്ത് ശരി, ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു വാർത്താ പ്രാധാന്യം ഉള്ളതാണോ എന്ന്. ഇത് ചർച്ച ചെയ്യാനുള്ള കാരണം ഇത്തരത്തിലുള്ള വിഷങ്ങൾ സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നത് ആളുകളും അറിയട്ടെ എന്നാണ്. ഇതൊരിക്കലും തള്ളിപ്പറയേണ്ട ഒരു കാര്യമല്ല മോഹൻലാൽ ചെയ്തത്. അത് വിശ്വാസമുള്ളവരാകട്ടെ വിശ്വാസം ഇല്ലാത്തവരാകട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ അവർക്കൊക്കെ ഇല്ല ഇത് ശരിയല്ല എന്ന് പറയാൻ തോന്നുകയില്ല. കാരണം അത് മമ്മൂട്ടിയും മോഹൻലാലുമാണ്. 40 വർഷത്തോളം അവർ തമ്മിലുള്ള സൗഹൃദമുണ്ട്. അതുപോലെ തന്നെ അവരെ ഇഷ്ടമാണ്. എന്തുകൊണ്ട് മലയാളികൾക്കെല്ലാം അവരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൽ മതം കലർത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചർച്ച ചെയ്യേണ്ടി വരും. അതിലൊരു ന്യൂസ് വാല്യൂ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്താണ് രാഹുൽ? അല്ലല്ല, രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ഇതിൽ മതം കലർത്തുന്നു എന്ന് പറയരുത്. അതായത് യഥാർത്ഥത്തിൽ ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതായത് എരുമേലി പള്ളി നമ്മൾ പോകുമ്പം എരുമേലിക്ക് തൊട്ടിപ്പുറത്ത് ഒരു അമ്പലമുണ്ട്. അതിൽ വാവര് സ്വാമിക്ക് വേണ്ടി ഒരു നടയുണ്ട്. അതിലൊരു വിഗ്രഹമില്ല. ഇപ്പം പോലും നോക്കിയാൽ മതി, കഴിഞ്ഞ 1000 വർഷങ്ങളായിട്ട് ഒരു വിഗ്രഹമില്ല. കാര്യം വാവര് സ്വാമിക്ക് അല്ലെങ്കിൽ വാവർ എന്ന് പറയുന്ന ബാബർ, പാത്തുമ്മയുടെയും അലിയുടെയും മകനായി ജനിച്ച വാവരനോ ബാബരനോ സഗുണാരാധനയും വിഗ്രഹാരാധനയും ഇല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവമായ അയ്യപ്പൻ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിലാണ് ആദരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് കഥയുണ്ടാക്കി പറയുകയല്ല, ഇന്നും ചെന്ന് നോക്കിയാൽ കാണാം. അതായത് ആ വാവര് നട എന്ന് പറയുന്ന ഹിന്ദു ക്ഷേത്രത്തിനുള്ളിലുള്ള സ്ഥലത്ത് വാവരുടെ നടയിൽ ഒരു സഗുണാരാധനയോ വിഗ്രഹാരാധനയ്ക്കോ പകരം ഒരു ആർച്ച് മാത്രമാണ് വെച്ചത്. കാര്യം വാവര് ആദരിക്കപ്പെടുമ്പോ വാവർക്ക് ഹറാമല്ലാത്ത രീതിയിൽ വാവർക്ക് കൂടി ഹലാലായ രീതിയിൽ ആദരിക്കപ്പെടണം എന്ന് നിർബന്ധമുള്ളവരാണ് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതവിശ്വാസത്തെ ഡയലൂട്ട് ചെയ്യുന്നതല്ല. മതവും ആത്മീയതയും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ മതവിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മതങ്ങളുടെ ബഹുസ്വരതയെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മനോഭാവമാണ്. അത് അയ്യപ്പനിലും വാവരിലും കാണാം, മഹാത്മാഗാന്ധിയിലും മൗലാന അബുൽ കലാം ആസാദിലും കാണാം. അദ്ദേഹം വിശുദ്ധ മക്കയിൽ ജനിച്ച ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഖുറാൻ പണ്ഡിതരിൽ ഒരാളാണ്, ഏറ്റവും വലിയ മതസൗഹാർദ്ദവാദിയാണ്. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ദേശീയതയ്ക്കും രാജ്യസ്നേഹത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിന്നതാണ്. നാളെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, മമ്മൂട്ടി ഹജ്ജിന് വേണ്ടി, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി വിശുദ്ധ മക്കയിലേക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ പാതയിൽ പോവുകയാണ്. മോഹൻലാലിന് എന്നൊരു അസുഖം അല്ലെങ്കിൽ മോഹൻലാലിനോട് പറയണം, ലാലേ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചേക്കാം. മോഹൻലാൽ എന്ത് പറയണം? അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാതെ എന്റെ മതഭ്രഷ്ടാവൂ എന്ന് പറയണം. എന്ത് തരം ഭ്രാന്താണിത്? യഥാർത്ഥത്തിൽ ഏറ്റവും സന്തോഷമുള്ള അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. മുസ്ലിം സമൂഹത്തിലെ വ്യക്തികൾ അദ്ദേഹത്തെ കാര്യമായി ട്രോൾ ചെയ്യുന്നുണ്ട്. ഈ തീവ്ര വലതുപക്ഷവാദികൾക്ക്, അതായത് ഇസ്ലാമോഫോബിയ മനസ്സിൽ കൊണ്ട് നടക്കുന്നവർക്ക് വഴിമരുന്നും വെടിമരുന്നും ഇട്ടുകൊടുക്കുകയാണ് ശ്രീ ഒ അബ്ദുള്ളയെ പോലുള്ള ആൾക്കാർ ചെയ്യുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ മോഹൻലാൽ സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന ഇച്ചാക്ക എന്ന് വിളിക്കുന്ന മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് കഴിച്ച അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അത് വെളിയിൽ വന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വെളിയിൽ വന്നുകൊണ്ട് കേരളത്തിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ടായതേ ഉള്ളൂ. ആ പോസിറ്റീവിനെ ഇല്ലാതാക്കാനാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പലപ്പോഴും ശ്രമിക്കുന്നത്. നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ ഡയലൂട്ട് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ആ വിശ്വാസത്തെ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, ബഹുസ്വരത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെയും ആത്മീയതയും പരിശുദ്ധ ഇസ്ലാമിന്റെയും പരിശുദ്ധ ക്രിസ്ത്യാനിറ്റിയുടെയും അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ചു പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഇസ്ലാമിലും വിശുദ്ധ ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ ഏകദൈവ വിശ്വാസം അല്ലെങ്കിൽ മോണോതീസം വളരെ പ്രധാനമാണ്. അത് അങ്ങനെ തന്നെ വേണം, അതിന് യാതൊരു പ്രശ്നവുമില്ല. ഹൈന്ദവ സമൂഹത്തിൽ വ്യത്യസ്ത ധാരകളുണ്ട്. പാൻതീസം ഉണ്ട്, പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതി തന്നെയാണ് ദൈവവും ദൈവം എല്ലാം ആണെന്നുള്ള തത്വമുണ്ട്, മോണിസം ഉണ്ട്, മോണോതീസം ഉണ്ട്, ഒരു പോളിതീസം ഉണ്ട്. അപ്പോ നമ്മുടെ വിശ്വാസത്തെ ഉറക്കെ പിടിച്ചുകൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ പരസ്പര ബഹുമാനത്തിന്റെ ഇടങ്ങൾ കണ്ടുപിടിക്കാന്നുള്ളതിന്റെ തെളിവാണ് അയ്യപ്പനും വാവരും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയും മൗലാന ആസാദും. അത്തരം കാര്യങ്ങളിലേക്ക് മതം കലർത്തുന്നു എന്ന് പറയരുത്. അതിനർത്ഥം മതത്തിന് എന്തോ മോശം ഉണ്ടെന്നാണ്. അങ്ങനെയല്ല. ഇദ്ദേഹം മതം കലർത്തുകയല്ല, ഇദ്ദേഹം വിദ്വേഷം കലർത്തുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ മോണോതീസത്തിന്റെ അല്ലെങ്കിൽ ഏകദൈവ വിശ്വാസത്തിന്റെ തത്വങ്ങൾ ഇവിടെ യാതൊരു തരത്തിലും ആപ്ലിക്കബിൾ അല്ല. കാര്യം മമ്മൂട്ടിയല്ല പോയത്, മമ്മൂട്ടിയല്ല മോഹൻലാലാണ് പോയത്. ഇപ്പൊ മമ്മൂട്ടി അങ്ങനെ അറിഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പോയത് അല്ലെങ്കിൽ മമ്മൂട്ടി ശ്രീ പണിക്കർ ഇവിടെ